+1 പൊളിറ്റിക്കൽ സയൻസിലെ 8ാമത്തെ പാഠത്തിൽ നിന്ന് ചോദിക്കുക എന്നുള്ള ഒരു ചോദ്യമാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. ലോക്കൽ ഗവൺമെൻറ്റ്സിൻ്റെ ഫ്യൂച്ചേഴ്സ് എഴുതാനോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത, എന്തുകൊണ്ട് നമുക്കൊരു ലോക്കൽ ഗവൺമെൻറ് വേണം എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിൻറ്റ്സ് ആണ്. ഓക്കെ, ഒന്നാമത് നമ്മുടെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അധികം ചിലവില്ലാതെ ലെസ് കോസ്റ്റ്ലി ആയിട്ടും അതുമാത്രമല്ല സ്പീഡായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ ലോക്കൽ ഗവൺമെൻറ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, ദെൻ ലോക്കൽ ഗവൺമെൻറ്റ്സ് ക്യാൻ എഫക്റ്റീവ്ലി പ്രൊട്ടക്ട് ലോക്കൽ ഇൻട്രസ്റ്റ്. നമ്മുടെ സാധാരണക്കാരുടെ എന്താണ് നമ്മുടെ താല്പര്യങ്ങളും കാര്യങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലോക്കൽ ഗവൺമെൻറ്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് ലോക്കൽ ഗവൺമെൻറ്റ്സ് ആർ നെസസറി ഫോർ എഫക്റ്റീവ്ലി യൂസിങ് ലോക്കൽ നോളജ് ആൻഡ് കളക്റ്റീവ് എനർജി ഓഫ് ദ പീപ്പിൾ. നോക്കൂ, നമ്മുടെ ലോക്കലായിട്ടുള്ള നമുക്ക് എന്താ പ്രാദേശികമായിട്ടുള്ള അറിവൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ഉപയോഗപ്രദമാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ലോക്കൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ലോക്കൽ ഗവൺമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ തൂണുകളാണ് എന്തെന്ന് പറയുന്നത്, ലോക്കൽ ഗവൺമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം എന്താ അങ്ങനെ പറയാൻ കാരണം എന്താ, ഇറ്റ് എൻഷുവർ പോപ്പുലർ പാർട്ടിസിപ്പേഷൻ അല്ലേ. നമുക്ക് എന്താണ് അവിടെ ഒരു ജനങ്ങളുടെ എല്ലാം മൊത്തമായിട്ടുള്ള ഒരു മുഴുവനായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് എന്ത് ചെയ്യുന്നത് അവിടെ കാണാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി എന്ന് നമുക്ക് ലോക്കൽ ഗവൺമെൻറ്റിനെ പറയാൻ പറ്റും. ദെൻ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ ആൻഡ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, നമ്മുടെ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് അധികാര വികേന്ദ്രീകരണം, അതുമാത്രമല്ല ആസൂത്രണം, ഇതൊക്കെ നടപ്പിലാക്കുന്നതും ഏത് വഴിയാണ്, ലോക്കൽ ഗവൺമെൻറ് വഴിയാണ്. ഓക്കെ.